വെറും കടലാസ് പൂവ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയിരുന്ന ബോഗൺവില്ലയാണ് ഇപ്പോഴത്തെ സ്റ്റാർ. എല്ലാ വീടുകളിലും നമ്മള് ചെടിച്ചട്ടിയിൽ വെക്കുന്ന ഒരു പൂവായിട്ട് മാറിയിട്ടുണ്ട് ബോഗൺവില്ല. അതിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒതുക്കുങ്ങൽ കുഴിപ്പുറത്തെ അൻവറാക്കാന്റെ വീട്ടില് ഒരുപാട് വർഷങ്ങളായി ഇത് സൂക്ഷിച്ച് ഇതിന്റെ ബഡ്ഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരാളാണ്. നമ്മൾ ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ കണ്ടൊരു സ്ഥലമാണ് കേട്ടോ. റോഡ് തന്നെ അടിപൊളിയായിട്ട് ഒരുപാട് വലിയൊരു മരം തന്നെ ഉണ്ട്. 10 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മരമാണ്. ഇപ്പോ ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട് ബോഗൺവില്ലന്റെ റോസ് കളറ്. അതുപോലെ തന്നെ 5 കളറുകൾ ബഡ് ചെയ്തിട്ടുള്ള ഒരു ബോഗൺവില്ലന്റെ ചെടിയാണത്. അൻവറാക്ക സ്വന്തമായിട്ട് ബഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതാണ് അൻവറാക്കാന്റെ വീട്. അൻവറാക്കാന്റെ വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ട് ബോഗൺവില്ലക്ക് പ്രത്യേകം ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെടി വളരാൻ. ഇതാണ് നമ്മളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഗൺവില്ലന്റെ ചെടി കേട്ടോ. ഒരു മരം തന്നെയാണെന്ന് പറയാം. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മരമൊക്കെ വെട്ടി ആ ഒരു ചെടി രൂപത്തിൽ ആക്കിയിട്ട് ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിന്റെ താഴെ കണ്ടില്ലേ ഫുള്ള് കൊഴിഞ്ഞു നിൽക്കുന്നത്. അതിങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. കാറ്റൊക്കെ അടിച്ച് ഫുള്ള് മുറ്റൊക്കെ നോക്ക്. വീടിന്റെ മുറ്റത്തൊക്കെ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇതാണ് ആ മരം എന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു മരമായിരുന്നു. അത് പിന്നെ വെട്ടിക്കൊടുത്ത് അതിന്റെ ചെറിയ ഇലകൾ ഇങ്ങനെ വന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പൂക്കളാണ് മുകളിൽ നിൽക്കുന്നത്. ഈ ഒരു ടൈപ്പ് ആക്കിയെടുക്കാൻ 5 വർഷത്തിലേറെ സമയം വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു കമ്പിന്റെ ഉള്ളിൽ ചുറ്റി കൊടുന്നിട്ട് ഫുള്ള് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ 5 വർഷത്തിലേറെ സമയം വേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ. മാത്രമല്ല ഇതിന് 4 കളർ കൊടുത്തിട്ടുണ്ട്. റോസ്, ചുവപ്പ്, വെള്ള, പിന്നെ പറഞ്ഞ 4 കളർ ബഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് മുകൾക്ക് നോക്കിയാൽ അറിയാം 3 വെറൈറ്റി കളറിന് മുകളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡില് വീട്ടിലേക്ക് വരുന്ന വഴികൾ ചട്ടിയിൽ ഒരുപാട് ചെടികളുണ്ടല്ലോ. അപ്പൊ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരം. ആ മരം കൊടുന്നിട്ട് അതിങ്ങനെ വെട്ടിക്കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു റോസ് കളർ ബോഗൺവില്ല. അതിന്റെ താഴെ കണ്ടില്ലേ വ്യത്യസ്ത കളറുകളാണ്. ഇത് 2 കളറുണ്ട്, വൈറ്റും ഒരു ചെറിയ ഒരു വയലറ്റിന്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോസ്. ഇതാണ് നമ്മൾ പറഞ്ഞ 5 കളറ് ഇല്ലേ. ഒരു റോസ്, ഒരു ഇളം റോസ്, പിന്നെ ഓറഞ്ച്, പിന്നെ ചുവപ്പുണ്ട്, വെള്ളമുണ്ട്. അങ്ങനെ 5 കളറിൽ അടങ്ങിയ ഒരു ബോഗൺവില്ലന്റെ ചെടിയാണ്. അത് ബഡ് ചെയ്താട്ടോ. ഇവിടെ നോക്കിയാൽ അറിയാം. ഒന്ന് കാണിച്ചു കൊടുക്കാം ബഡിങ് എങ്ങനെയാന്നുള്ളത്. ഇതിന്റെ കളർ മാറ്റം വന്നിട്ടുള്ളത് ബഡിങ് ഇതൊന്നും ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ഈ രീതിയിൽ. അപ്പൊ ഈ ഒരു ചെടികളൊക്കെ വിൽക്കാനുള്ള ഉദ്ദേശം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഒക്കെ വീട്ടില് മനോഹരമാക്കി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അൻവറാക്കുള്ളൂ. ഇത് വിൽക്കാനുള്ളതൊന്നല്ല. അതാണ് ഇതിലൊരു കൗതുകം. ഒരുപാട് ചെടികൾ. കാരണം ഇത് ഇത്രയ്ക്ക് ഒരു ട്രെൻഡിങ് ആയി മാറുന്നത് മൂപ്പർക്ക് വർഷങ്ങൾക്ക് മുമ്പൊന്നും അറിയില്ലല്ലോ. അന്നേ ഇതിനോടുള്ള ഒരു ട്രെൻഡിങ് കാരണം ഇപ്പം എല്ലാവരും ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ചെടികൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര പ്രത്യേക ഭംഗിയാണ്.